മോളെ മൈഥിലി, മൈഥിലി, എന്തൊരുറക്കായി കൊച്ചിന്. എടി മൈഥിലി. അമ്മ 10 മിനിറ്റ് കൂടെ കിടന്നോട്ടെ. നീ 10 മിനിറ്റോ 10 മണിക്കൂറോ കിടന്നുറങ്ങിക്കോ. പക്ഷേ ബസ് നിന്നെ കാത്തു നിൽക്കില്ല. പഠിക്കാൻ വിട്ടപ്പോ കിടന്നുറങ്ങിയും കൂട്ടുകൂടിയും പഠിത്തം കളഞ്ഞു. ഇനി കിട്ടി ജോലി കൂടി കളയണം. എന്തു ഭാവിച്ചാണ് അവയെ കൊച്ച്. നാളെ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോണ്ട പെണ്ണ. ഇപ്പോഴും വയ്യാത്ത ഞാൻ വേണം ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കാൻ. തള്ള രാവിലെ തുടങ്ങി. ഞാൻ മറിഞ്ഞു വീണ് ചത്ത ആരുണ്ട് നിന്നെ നോക്കാൻ? നിനക്കറിയാലോ 3 മാസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന ഡോക്ടർ പറഞ്ഞേക്കണത്. ഈ ജോലി പോയാ പിന്നെ എവിടുന്ന് കാശുണ്ടാക്കി ആശുപത്രിയിൽ അടയ്ക്കും? അല്ലെങ്കിൽ ഞാൻ ചത്ത പിന്നെ നിനക്കെന്താ? അതെ, അച്ഛൻ മുകളിലിരുന്ന് ബോറടിക്കുന്നുണ്ടായിരിക്കും. അമ്മ അങ്ങോട്ട് ചെന്ന അച്ഛനൊരു കൂട്ടായനെ. അതെടി, ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ഞാൻ ചത്ത ചെല്ലുന്നതേ സ്വർഗത്തിലായിരിക്കും. എന്നെ കള്ളും കുടിച്ച് ഇടിച്ച് ഇടിക്കേ അങ്ങേരിപ്പ നരകത്തിലായിരിക്കും. പിന്നെ മകൾക്ക് അത്ര വിഷമമുണ്ടെങ്കിലേ ദേ അപ്പുറത്തെ എലിവിഷം ഇരിപ്പുണ്ട്. അതെടുത്ത് എന്നങ്ങ് കഴിച്ചാ മതി. നിനക്ക് അവിടെ ചെന്ന് അച്ഛന്റെ ബോറടി മാറ്റാം. പറഞ്ഞാലും അനുസരിക്കില്ല. ഓ, ഇനി ഞാൻ അങ്ങോട്ട് വന്നാലേ തമ്പുരാട്ടിക്കുട്ടി ഇങ്ങോട്ട് എഴുന്നള്ളുമായിരിക്കും. എടി മൈഥിലി, അമ്മ ഞാൻ എഴുന്നേറ്റമ്മേ. എന്താ ചെയ്യേണ്ടത്? വാവേ, അമ്മച്ചി 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 പടക്കെ ആ പോട്ടെ 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 റൈറ്റ് റൈറ്റ് റൈറ്റ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് മോർണിംഗ്. ഒന്ന് മാറടി. ഒന്ന് പെട്ടെന്ന് ഒന്ന് മാറിടി. ഒരു മിനിറ്റ്. ഇന്നലെ സാറെന്ന് പറഞ്ഞു സാറെന്തായാലും മതിയുടെ സൗന്ദര്യം നോക്കിയത്. നീ ഒന്ന് വാ. നീ ഓടല്ലേ? കൊറേ സമയായി. വാ വേഗം പോവാം. എവിടെ വായി നോക്കി നിക്കായിരുന്നു ഇതുവരെ? സമയം ഇപ്പൊ എത്രയായെന്ന് അറിയാവോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കുറച്ച് താമസിച്ചു പോയി. എല്ലാ തിങ്കളാഴ്ചയും ലേറ്റാ. കഴിഞ്ഞ ആഴ്ചയും ഞാൻ ക്ഷമിച്ചു. ഇന്നത് പറ്റില്ല. 2 പേർക്ക് ഇന്നത്തെ ശമ്പളം ഇല്ല. വേണമെങ്കിൽ റൂട്ട് പോയാ മതി, അല്ലെങ്കിൽ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോ. അല്ല പിന്നെ ഇന്നത്തേക്ക് കൂടി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി മേലെ ആവർത്തിക്കരുത്. ഞാൻ ഉദ്ദേശിച്ചതേ താമസിച്ചു വരുന്ന കാര്യ. എന്റെ അമ്മ. എന്താ മാനേജറുടെ അടുത്തൊരു കൊഞ്ചുകുഴയില്? പ്രായമായി എന്നൊന്നും വിചാരിക്കണ്ട, ആളൊരു ഭയങ്കരനാ. എന്ത് കൊഞ്ചു കുഴഞ്ഞു? ഞാൻ പൊട്ടനൊന്നല്ല, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ലത്തീഫ്ക അങ്ങനെയാണോ എന്നെ പറ്റി കരുതിയിരിക്കുന്നത്? ഏയ് അങ്ങനെയല്ല, പ്രായമായവരെയും സൂക്ഷിക്കണമെന്നേ പറഞ്ഞു. നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ വിശ്വാസം പിടിച്ചു പറ്റിയാണ് ആദ്യം വേണ്ടത്. ഇത്
ഭാരത സർക്കാരിന്റെ സഹകരണത്തോടുകൂടി വൈദ്യുതി ലാഭിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രോജക്റ്റ് ആണെന്നും അതുകൊണ്ട് മാർക്കറ്റിൽ 210 രൂപയ്ക്ക് കിട്ടുന്ന ഈ ലൈറ്റ് 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്നും കസ്റ്റമേഴ്സിനോട് പറഞ്ഞു മനസ്സിലാക്കണം. ഓക്കെ സർ. ഈ ലൈറ്റിന് 1 വർഷത്തെ വാറന്റി ഉള്ളതാണെന്ന് അവരെ പറഞ്ഞു ധരിപ്പിക്കണം. നമ്മുടെ സെയിൽസ് പേഴ്സൺ ഒരു ലൈറ്റ് വിറ്റാൽ 20 രൂപ കിട്ടും. ഒരു ദിവസം 10 ലൈറ്റാണ് നിങ്ങളുടെ സാലറി ടാർഗറ്റ്. അതിനുശേഷം വിൽക്കുന്ന ഓരോ ലൈറ്റിനും 30 രൂപ കമ്മീഷൻ ലഭിക്കുന്നു. നിങ്ങൾ നോർമൽ വർക്ക് ചെയ്താൽ മിനിമം 20 ലൈറ്റ് വിൽക്കാം. ഹാർഡ് വർക്ക് ചെയ്താൽ 30 എണ്ണം വിൽക്കാവുന്നതാണ് എന്ന് ഇവിടെ പല എക്സിക്യൂട്ടീവുകളും തെളിയിച്ചിട്ടുള്ളതാണ്. അതിനർത്ഥം നിങ്ങൾ വിചാരിച്ചാൽ 30,000 വരെ സമ്പാദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഉന്നമനവും കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. പിന്നെ ഗ്യാരണ്ടി. ചൈനയില് 30 രൂപ കൊടുക്കുന്ന ലൈറ്റാ ഇവിടെ 100 രൂപ കൊടുക്കുന്നത്. പിന്നെ ബില്ലിൽ അഡ്രസ് ആണെങ്കിലോ നാഗാലാൻഡിലെ 100 രൂപയുടെ ലൈറ്റ് മാറാൻ ആരും നാഗാലാൻഡ് വരെ പോവില്ല. കിഴിഞ്ഞ ബുദ്ധി തന്നെ മുതലാളിക്ക്. ഇവിടെ ഒന്നും വേണ്ട ചേച്ചി. ഇന്ന് ഏത് തിണ്ടിയാ കണി കണ്ടേന്നാ. എടി നോക്കിയടി. മൊത്തം എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യണം? ഞാൻ ചെയ്തോളാം, മാറ്. വേണ്ടേക്ക, ഞാൻ അടിച്ചോളാം. ചേട്ടന് കൊടവയറുണ്ടെങ്കിലും ആള് നല്ല അധ്വാനിയാ. അത് ശരിയാ, പിള്ളേര് 4 അല്ലേ? ഞാൻ അതല്ല പറഞ്ഞ. എന്തൊക്കെയാണെങ്കിലും ആ ചേട്ടനോട് സംശയം വാസു തന്നെ. ആ ചേച്ചിയുടെ പിറകിന്ന് മാറത്തില്ലെന്നേ. ഭാഗ്യവതി, ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ കിട്ടാൻ ഈ കാലത്ത് ഏറ്റവും പാടും. ഇനി അടി പഠിച്ചു. നമുക്ക് പോവാം. വാ, വാ, വാ. ഇന്ന് രാത്രിയിൽ എന്റെ സ്വപ്ന ദേവതയെ ഹോസ്റ്റലിന് പിറകില് മരച്ചോട്ടിൽ കാത്തിരിക്കും. വരണം. പറ്റുമെങ്കിൽ ഒരു ബെഡ്ഷീറ്റും എടുത്തോണം. ഞാനല്ലക്ക, എനിക്കൊന്നും. അയ്യോ ഞാനല്ലേ. ഞാൻ അപ്പോഴേ പറഞ്ഞത് വേണ്ട വേണ്ട. എടാ നിനക്ക് അന്ന് കിട്ടിയ അത്ര പോരാലോ ഇത്. ആയിരിക്കേ. ആ ടെസക്കിട്ടതായിരുന്നല്ലോ ലെറ്റർ. അവള് പറഞ്ഞിരുന്നു. മുഖത്ത് നല്ല വേദന നീരുണ്ട്. വലുതായിട്ട് സംസാരിക്കാനും ആഹാരം കഴിക്കാനും പറ്റുന്നില്ല. ഡോക്ടർ പറഞ്ഞത് 3 ദിവസത്തേക്ക് അനങ്ങണ്ടെന്നാ. മുരിങ്ങയിലെ ഉപ്പും കൂട്ടിയരച്ച് നീരുള്ളിടത്ത് തേച്ചാ മതി. നീര് പെട്ടെന്ന് മാറും. ഈ കർക്കിടകത്തിലെ ശരീരം വന്ന് ഉടച്ച് ചവിട്ടി തരുമെന്ന് വിചാരിച്ചതാ. ഇനിയിപ്പൊ അത് വേണ്ട. അങ്ങനെ എല്ലാ സ്ഥലത്തും നന്നായി ചവിട്ടി തരുമില്ലുണ്ട്. പോലീസിൽ പരാതി കൊടുക്കാൻ മേലായിരുന്നോ? എന്നിട്ട് വേണം പോലീസുകാരുടെ കയ്യിൽ നിന്നോട് വേണിക്കാൻ. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, ഇത് രോഗിക്ക് വെച്ചിരുന്ന ആപ്പിളായിരുന്നല്ലേ? തൊണ്ടേന്ന് വെള്ളം ഇറക്കാൻ പറ്റാത്ത രോഗിക്ക് എന്തിനാ ആപ്പിള്? മുന്തിരി തുമ്പിൽ തൂവൽ പൊഴിയും പോൽ ഒരു പൊൻപുലർവേളയിൽ ശലഭങ്ങളായി നാം പുതുജന്മമാളുന്നുവോ പിരിയാതൊരേ വാനിൽ. തൂവൽ പൊഴിയും പോൽ
ഓർമ്മയാലേ എന്നുള്ളിലോരോ കണ്ണീർക്കിനാവും സുസ്മേരമായി രാവിന്റെ ഓരോ യാമങ്ങൾ പോലും ഒരു പൊൻപുലർവേളയിൽ ശലഭങ്ങളായി നാം പുതുജന്മമാളുന്നുവോ പിരിയാതൊരേ വാനിൽ ഹോ. ഏതോ മൂക്കിൽ തുമ്പിൽ ഇന്നെന്തു ഭംഗി എൻ മുന്നിലേതോ സൗവർണ സന്ധ്യ ശ്യാമാംബരം നീ ചന്ദ്രോദയം പോൽ നിന്നെ തിരഞ്ഞു നെഞ്ചിലേതോ നവനീതമായി മാറി പൊൻപുലർവേളയിൽ ശലഭങ്ങളായി നാം പുതുജന്മമാളുന്നുവോ പിരിയാതൊരേ വാനിൽ ഓ. ഏതോ മൂക്കിൽ തുമ്പിൽ ഞാനിവിടെ കാത്തു വെക്കുന്നു. വിവേക് എത്ര പ്രാവശ്യം ദേ വരുന്നു എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നത്. നിനക്കല്ലേ എന്നെ കാണണമെന്നും പറഞ്ഞു ഫോൺ ചെയ്തത്. അപ്പൊ അല്പം വെയിറ്റ് ചെയ്യേണ്ടൊക്കെ വരും. എന്താ ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മ കിടന്ന് നിർബന്ധം പിടിക്കുക, എത്രയും പെട്ടെന്ന് നിന്റെ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കണമെന്ന്. എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടത്തണം. നിന്നെ കെട്ടുന്ന കാര്യം വീട്ടിൽ പറയാൻ പോലും പറ്റില്ല. ചേച്ചിയെ കെട്ടിച്ച കടം ഇപ്പോഴും തീർന്നിട്ടില്ല. എന്റെ കല്യാണം നടത്തി ആ കടം വീട്ടാനാ വീട്ടുകാരുടെ പ്ലാൻ. നീ ഇങ്ങനെയൊന്നുമല്ലല്ലോ എന്നോടും അമ്മയോടും പറഞ്ഞിരുന്നത്. അവളെ എനിക്ക് കെട്ടിച്ചു തരണം, വേറെ ആർക്കും കൊടുക്കരുതെന്നൊക്കെ എന്തൊക്കെയായിരുന്നു. ഇതൊക്കെ ഇക്കാലത്ത് എല്ലാ കാമുകന്മാരും പറയുന്നതാ. പെണ്ണുങ്ങൾക്കും അറിയാം ഇതൊക്കെ കള്ളമാണെന്ന്. അവരും ശരീരസുഖത്തിനു വേണ്ടി കാമുകന്റെ വാക്കും വിശ്വസിച്ച് എല്ലാം കാമുകന് വേണ്ടി സമർപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുന്നു. അത്രേ ഉള്ളൂ. നിന്റെ അമ്മയ്ക്കും ഒരു ചെറുക്കനെ ചുളുവിൽ കിട്ടണമായിരുന്നു. അതുകൊണ്ട് എല്ലാത്തിനും നീയും സമ്മതിച്ചു വന്നു. അല്ലെങ്കിലോ ഏതെങ്കിലും ഒരു അമ്മ മകളെ കാമുകന്റെ കൂടെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പുറത്തു പോവോ? നിനക്കറിയോ, കഴിഞ്ഞ ദിവസം ഒരു ബ്രോക്കർ പറഞ്ഞ ഓഫർ 50 പവനും 5 ലക്ഷം രൂപയും ഒരു സ്വിഫ്റ്റ് കാറും. അതൊക്കെ ഉപേക്ഷിച്ച് നിന്നെ കെട്ടി ത്യാഗിയാവാനൊന്നും എന്നെ കിട്ടില്ല. അഥവാ ഞാൻ അങ്ങനെ ത്യാഗിയായിന്നിരിക്കട്ടെ, നീ എന്നോട് എപ്പോഴും ആത്മാർത്ഥത കാണിക്കും. എന്താ ഉറപ്പ്? നീ വല്ലോ നാളെ വേറെ വല്ലവന്റെയും കൂടെ കിടന്നു കൊടുത്താലോ? നീ കിട്ടുന്ന പെണ്ണ് കിടന്നു കൊടുത്താലോ? അത് കുഴപ്പമില്ല. ഒന്നുമില്ലെങ്കിലും കാശെങ്കിലും കിട്ടുമല്ലോ. ഞാൻ വിഡ്ഢിയാവില്ലല്ലോ. ഇനി ഞാൻ നിന്നെ കാണാൻ വരില്ല.
പിന്നെ വെറുതെ ഫോൺ ചെയ്തതിനെ ശല്യപ്പെടുത്തരുത്. എന്തിനാ ഈ പരീക്ഷണം? ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നീയും വെറുക്കെയാണോ? ഇപ്പോ വിവേകും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞിട്ട് നീ എന്താ എന്നെ ഇങ്ങനെ വിഷമിപ്പിച്ചത്? നീ എന്താ ആലോചിച്ച് നിൽക്കുക? ഒന്നുമില്ലടി, വിവേകിനെ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. എന്നിട്ട്? ഒന്നുമില്ല, പിണങ്ങി ഒന്നവനായിട്ട്, അത്രേ ഉള്ളൂ. പിണങ്ങുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ആള് കയ്യിൽ നിന്ന് പോവരുത്, അത്രേ ഉള്ളൂ. നിന്റെ അമ്മയ്ക്ക് സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കാന്ന് പറയുന്നത് ഒരിക്കലും നടക്കാൻ പോണ കാര്യമില്ല. നമുക്കൊക്കെ കല്യാണം കഴിക്കാൻ ദൈവം കാണിച്ചിരുന്ന വഴിയത്. അതൊന്നും പോവില്ലടി, അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ബാ. ഇത് നോക്ക് നീ, നല്ല ഐറ്റാണ്. എവിടെ വായി നോക്കി നിൽക്കാം? ഈ പഴയ സ്റ്റോക്ക് കൊടുക്കാണ്ട് പുതിയ സ്റ്റോക്ക് കൊടുക്കാൻ? അത് പിന്നെ സാർ, പഴയ ആളല്ലേ, സ്വന്തം ആളല്ലേ, എല്ലാം ആത്മാർത്ഥമായി നോക്കുമെന്ന് വെച്ചപ്പോ എന്നിട്ട് ഇവിടെ നിന്ന് വായി നോക്കി നിൽക്കുക. വെറുതെ ശമ്പളം വാങ്ങാൻ നാണല്ലേ? അവന്റെ വാപ്പയാ വായി നോക്കിക്കുന്നേ. അല്ലേലോ അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കൊടപിടിക്കുന്നാണല്ലോ. ഇവിടെ സാധനം കേട്ടിറക്കം വന്നവനാ. വന്ന കാലത്ത് ഇക്കാന്ന് തികച്ചു വിളിക്കില്ലായിരുന്നവൻ. ആ ആളാണ് മുതലാളി ആയപ്പോ എന്നെ വായി നോക്കിയത് വിളിച്ചത്. പിന്നെ എന്റെ കീഴിലായിരുന്നു ആദ്യം. കണക്ക് കാണിക്കാൻ പറ്റാത്ത സാധനങ്ങളിലൂടെ വീട്ടിൽ ഇറക്കി വെക്കാൻ പഴയ മുതലാളി, അതായത് ഫാത്തിമയുടെ വാപ്പ, ഇവനെ വീട്ടിൽ പറഞ്ഞു വിടുമായിരുന്നു. ലോഡിറക്കി അവസാനം മുതലാളിയുടെ മുഖം ലോഡായി. ഒറ്റ മോളല്ലേ, കെട്ടിച്ചു കൊടുക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ. ഒരേ ജാതിയായ കാരണം മതം മാറ്റേണ്ടി വന്നില്ല. കടയും നോക്കാൻ ഏൽപ്പിച്ച് അങ്ങനെ ലോഡെടുക്കാൻ വന്ന മമ്മദ് കോടീശ്വരൻ സാറായി. അതെയോ? പൊക്കോളൂ. വേണ്ട സർ, ഞാൻ നിന്നോളാം. എത്രയായിരുന്നു ഈ ആഴ്ചത്തെ സെയിൽ? 70 സർ. ഓ, അപ്പം 1400 രൂപ അല്ലേ? ഒരു മാസം കൂടിയ 5400 രൂപ. നീ ITI പഠിച്ചല്ലേ? അതെ സർ. ഞാനൊരു പുതിയ ഇലക്ട്രിക് കോൺട്രാക്ട് ഓഫീസ് ആരംഭിക്കുന്നുണ്ട്. അതിൽ സൂപ്പർവൈസറുടെ വേക്കൻസി ഉണ്ട്. 20,000 രൂപ ശമ്പളം. മൈത്രിക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ വേറെ ആളെ അന്വേഷിക്കുന്നില്ല. അതെ, ഉണ്ട് സർ. ഓക്കെ, അപ്പൊ പറയുന്നൊക്കെ കേട്ട് നിന്നോളൂ. ഇപ്പൊ പോയിക്കോ. ഓക്കെ ഓക്കെ സർ. ഓ, എന്തായിരുന്നു സാർ അകത്തേക്ക് വിളിപ്പിച്ചത്? അത് നമുക്ക് പോകുമ്പോ പറയാം. മുതലാളി ഒരു പുതിയ കമ്പനി തുടങ്ങാൻ പോകുന്നുണ്ട്. അതിന്റെ സൂപ്പർവൈസറായി ജോലി ചെയ്യാൻ പറ്റുമെന്നറിയാനാ എന്നെ അകത്തേക്ക് വിളിപ്പിച്ചത്. ഓ, മുതലാളിക്ക് നിന്നെ ശരിക്കും പിടിച്ചു പോയി. ആരാ? ഗുഡ് ആഫ്റ്റർനൂൺ സർ. സാർ ഇത്
കേന്ദ്ര സർക്കാരിന്റെ സഹകരണത്തോടുകൂടി വൈദ്യുതി ലാഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ എല്ലാം CF അല്ല. സർ പ്ലീസ്, രണ്ടെണ്ണെങ്കിലും എനിക്കെന്റെ ടാർജറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. ഇതിലുള്ളത് മൊത്തമായി എടുത്താ എനിക്കെന്ത് കിട്ടുന്ന? 1500 രൂപ കിട്ടും സർ. അത് ഞാൻ ഉദ്ദേശിച്ചത് എനിക്കെന്ത് കിട്ടും? സാറിന് എന്ത് വേണം? എനിക്ക് ഈ ലൈറ്റ് അകത്ത് കൊണ്ടുപോയി എൻ്റെ ബെഡ്റൂമിൽ ഒന്ന് പിടിപ്പിച്ചു തരണം. എന്തേ പറ്റുമോ? അത് ആരെങ്കിലും കാണില്ലേ സർ? ഏയ് ഇവിടെ ഒന്നും ആരുമില്ല. ഫോൺ നമ്പർ തന്നില്ല. സ്ഥലം എനിക്കറിയാലോ. കച്ചവടം കുറയുമ്പോ ഞാൻ വന്നോളാം. ഓക്കെ. അല്ല, നീയൊന്നും വിറ്റില്ലേ? 25 വീട് കയറിയിട്ട് 2 ബൾബ് വിറ്റു. ഭയങ്കര ക്ഷീണം. ഈ വീട് കണ്ടപ്പോ ഇതുപോലൊരെണ്ണം വെക്കണം എന്നൊരാഗ്രഹം. അതുകൊണ്ട് വീട് നോക്കി നിന്നെയും കാത്തിരിക്കായിരുന്നു. ആ, നീ മുഴുവനും വിറ്റോ? ഞാൻ മുഴുവനും വിറ്റു. എങ്ങനെ? ബാ, നമുക്ക് നടന്നോണ്ട് പറയാം. ഒരാൾ അയാളുടെ ബെഡ്റൂമിൽ ലൈറ്റ് ഇട്ട് കൊടുത്ത മുഴുവൻ എടുത്തോളാന്ന് പറഞ്ഞു. ഞാനതങ്ങ് ഇട്ട് കൊടുത്തു. കിടന്നു കൊടുത്തു എന്ന് പറ. അതെ, അത് തന്നെ. കാക്കയുടെ വിശപ്പ് മാറി, പശുവിന്റെ കടിയും തീർന്നു. അഡീഷണൽ ആയിട്ട് 1500 രൂപയും കിട്ടി. പൈസ കിട്ടിയെന്നാ പുളിക്കോ? കിടന്നു കൊടുക്കുന്നോണ്ട് നിന്റെ ജീവിതം രക്ഷപ്പെടുമെങ്കിൽ നീ ചെയ്തത് ഞാൻ സമ്മതിച്ചു. അല്ലാതെ ഈ 1.25 കാശിന് വേണ്ടി. എന്താ പറഞ്ഞേ? ദേ, എന്റെ കാര്യം തന്നെ എടുക്ക്. അമ്മയുടെ ഓപ്പറേഷൻ, ചെറിയൊരു വീട്, എന്റെ കല്യാണം, എല്ലാത്തിനും കൂടി ഒരു 25 ലക്ഷം രൂപ വേണം. അത് കിട്ടുമെങ്കിൽ നീ പറഞ്ഞ പണി ഞാൻ ചെയ്തേനെ. 25 ലക്ഷം രൂപയോ? അതിന് നീ സിനിമാ നടി വല്ലതാണോ? സിനിമാ നടികൾക്ക് ഇത്രയൊക്കെ കിട്ടുന്നു കേട്ടിട്ടുണ്ട്. എന്തായാലും നിന്റെ കച്ചവട രഹസ്യം എന്നോട് പറഞ്ഞിരിക്കട്ടെ, വേറൊരു മനുഷ്യനോട് പറഞ്ഞു പോരുത്. വാ പോവാം. ഇങ്ങനെ എങ്ങനെയാണ് എന്റെ അമ്മായിയമ്മയെങ്കിൽ ഞാൻ വല്ല പാഷാണോ കലക്കി കൊടുത്തേനെ. ഒന്ന് പോടിയോട്. വിഷമിക്കേണ്ടടി, അവര് സീരിയല് കാണുന്നവരാ. നീ കൊടുക്കണേന് മുന്നേ അവര് നിനക്ക് വിഷം കലക്കി തന്ന് നിന്നെ കൊല്ലും. എന്താടേ ആകെ തടിച്ചു കൊഴുത്തിട്ടുണ്ടല്ലോ. വിവേകായിട്ടുള്ള പിണക്കൊക്കെ മാറി ബോഡി മസാജ് തുടങ്ങിയോ? അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല. എന്ത് കഴിച്ചാലും എന്റെ ശരീരത്ത് പിടിക്കും. അല്ലാതെ നിന്നെ പോലെയല്ല. ഉണ്ടാക്കുന്ന കാശ് മുഴുവനെ ആയുർവേദ കമ്പനിക്ക് കൊടുക്കാന്നല്ലാതെ വേറെന്ത് ഗുണം? എടേ, ഈ റൂമിലാണോ ലത്തീഫ് പറ നമ്പൂരി ആത്മഹത്യ ചെയ്തത്? മരിച്ചുപോയ നമ്പൂതിരിയോ? അതെ, നമ്പൂരി ആത്മഹത്യ ചെയ്തത് ഇവിടെയാ. ഉച്ചാടനം ചെയ്തിട്ട് പോവാഞ്ഞിട്ട് നമ്മുടെ സാറിന് കൊടുത്തതാന്നാ പറഞ്ഞു കേട്ടത്. പേടിച്ചു പോയി. എന്തടി? എന്തു പറ്റി? എന്താടി? എന്തു പറ്റി? എവിടെ? ഇവിടെ അവിടെ എന്ത് കണ്ടെന്നാ? നീ ഒറ്റ എടുത്ത് ഇതിനൊക്കെ കാരണം. ഒരു പണി കൊടുക്കല്, ഓരോന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടിപ്പോ ലാസ്റ്റ് ഇപ്പൊ നമ്മുടെ ഉറക്കം പോയി. നീ കിടക്ക്, കിടക്ക്, കിടന്നോ. ഓ
മനുഷ്യന്റെ ഉറക്കവും കളയാൻ വേണ്ടി വന്നോളൂ ഓരോന്നു. എന്താ നിങ്ങളായിരുന്നോ? ഏയ് അതൊന്നുമില്ല, അവളൊരു പാറ്റയെ കണ്ട് പേടിച്ചതാ. ഓ അത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചു നിങ്ങളിൽ ആരെങ്കിലും ആത്മഹത്യയായിരിക്കും. ഓ പാറ്റയുടെ ഒരു സമയം പാടവേ. ഇവർക്ക് അതിനെ മാത്രമേ പേടിയുള്ളൂ. മൈഥിലി പ്ലീസ് കം. യെസ് സർ. മൈഥിലി എനിക്ക് ഹെൽപ്പ് ചെയ്യണം. പറയൂ സർ. 20 ലൈറ്റ് ഒരു ബംഗ്ലാവിൽ എത്തിക്കണം. മാത്രമല്ല അതൊന്ന് ഇട്ടുകൊടുക്കുകയും വേണം. ഇന്ന് ലത്തീഫ് ലീവാ. ഇട്ടുകൊടുക്കുന്നതിന് സർവീസ് ചാർജ് എക്സ്ട്രാ കിട്ടും. സർ ഇപ്പൊ തന്നെ ഞാൻ താമസിച്ചു പോയി. ഇന്നിനി താനും ശ്രമിച്ചാൽ 10,000 രൂപ കിട്ടും. ഈ ലൈറ്റ് ഇട്ട് തീരാനെങ്ങാനും താമസിച്ചാൽ താനൊരു ഓട്ടോ പിടിച്ച് ഹോസ്റ്റലിലേക്ക് പൊയ്ക്കോ. അതിന്റെ പൈസ ഞാൻ വേറെ തരാം. സർ ഓഫീസിലെ സ്കൂട്ടർ തന്നു വിട്ടാ മതി. ഓ മൈഥിലി സ്കൂട്ടർ ഓടിക്കാൻ അറിയോ? അറിയാം സർ, പക്ഷേ ലൈസൻസ് ഇല്ല. അത് കുഴപ്പമില്ല, സ്കൂട്ടർ കൊണ്ടുപോയിക്കോ. ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് നാളെ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി. ശരി സർ. സൂക്ഷിച്ചു പോണം. ആ ശരിക്കാ. ഭാഗ്യം.
പേര് മാധവൻ നായർ. ബൾബ് കമ്പനി നിന്നാണോ? അതെ, ലൈറ്റ് എല്ലാം കൊണ്ടുവന്നിട്ടില്ലേ? ഉണ്ട്. നാളെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്താൽ മതിയോ? വേണമെന്നില്ല, വേറെയും കമ്പനികളൊക്കെ ഉണ്ട് ഇവിടെ. അതല്ല, ഇത്രയും സമയം താമസിച്ചോണ്ടെന്ന് ചോദിച്ചു. ശരി, സാധനം എടുത്ത് അകത്തോട്ട് വാ. മാധവേട്ടാ, മാധവേട്ടാ, ഈ മുറി മാത്രമേ ലൈറ്റ് ഉള്ളൂ. ഹാളിലെയും അകത്തെ മുറിയിലെയും ലൈറ്റൊക്കെ പോയതാ. എല്ലാ മുറിയിലെയും ബൾബുകളൊക്കെ മാറ്റി CF ഇടണം. ഞാനൊന്ന് പുറത്തു പോയി ഒരു പാക്കറ്റ് പാല് മേടിച്ചിട്ട് വരാം. അപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്കോ? അതിന് നിന്നെ ആരിവിടെ പിടിച്ചോണ്ട് പോകാൻ? ഒരു പേടിത്തുണ്ടി വന്നിരിക്കുന്നു. ആരാന്നല്ലേ ചോദിച്ചത്? മാധവേട്ടാ,
നിങ്ങളാരാ? നേരത്തെ വന്ന സ്ത്രീ വേലക്കാരിയാണോ? പേര് സീതാമ്മ. അവരിവിടെ ചായ തിളപ്പിക്കാൻ വന്നതാ. വാ, ഞാൻ എല്ലാ മുറികളും കാണിച്ചു തരാം. വാ. ഇവിടെ വാ. ആ ബൾബ് എടുത്തോണ്ട് വാ. സ്വിച്ച് അവസാനം ഇടാം. എല്ലായിടത്തും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അത് ചെക്ക് ചെയ്തിട്ട് ബൾബ് ഇട്ടാ മതി, അല്ലേലേ ലൈറ്റ് അടിച്ചു പോകും. ഇവിടെ 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 വാ കൊച്ചേ. ഇപ്പോഴാ ഒരു കാര്യം ഓർത്തെ. അത്താഴം മേടിച്ചില്ല. ഞാൻ പുറത്തു പോയി അത്താഴം മേടിച്ചിട്ട് വരാം. അപ്പോഴേക്കും നീ ഇതെല്ലാം ഫിറ്റ് ചെയ്ത് വെക്ക്. ആ ടോർച്ച് ഒന്ന് തരാവോ? നിനക്ക് ടോർച്ച് എന്നാ ഞാനെന്തെടുത്തോണ്ട് പോവും. താഴത്തെ മുറി ലൈറ്റ് ഉണ്ടല്ലോ, പിന്നെന്തിനാ ടോർച്ച്? അല്ല പിന്നെ. മാധവേട്ടാ, സീതമ്മ ചേച്ചി, മാധവേട്ടാ ചേച്ചി. என்னம்மா, உங்களுக்கு டீ வேணுமா? மாதவன் அங்க உள்ளே இருக்க. இது உனக்குள்ள டீ.
എന്താടി എന്താ അത്? എന്താ പറ്റിയേ? എന്താടി? എന്താ എന്താടി? ഇവിടെ ഇരുത്തടി അവളെ. എന്ത് പറ്റി? നിനക്ക് എന്താ പറ്റിയേ? ആ ബംഗ്ലാവില് അയ്യോ ബംഗ്ലാവില് ആ ബംഗ്ലാവില് അവിടെ എന്ത് പറ്റി? പറ. അവൾ അവിടേക്ക് കിടത്തു. നീ ഒന്ന് കിടക്ക, ശരിക്കും റിലാക്സ് ചെയ്യേ. നമുക്ക് നാളെ സംസാരിക്കാം. ആ മൈഥിലിയോ? ഇന്നെന്താ രാവിലെ സ്കൂട്ടർ വന്ന് വിട്ടുണ്ടാണോ? സർ, ആ വീടൊരു പ്രേതാലയമാ. ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോ ലേറ്റ് ആയി പോയി. അവിടെ നടന്നതൊന്നും പറഞ്ഞാൽ സാർ വിശ്വസിക്കില്ല. എന്ത് എന്ത് നടന്നെന്നാ? അത് ഞാനിതൊന്നും വിശ്വസിക്കില്ല. സത്യമായിട്ടിത് നടന്നതാ. ഇനി എത്ര പവൻ തരാന്ന് പറഞ്ഞാലും ഞാൻ അവിടെ പോവില്ല. മൈഥിലി സന്ധ്യ ആയപ്പോ പേടിച്ചു, അതല്ലേ സത്യം? അവിടെ നടന്ന കാര്യം ഞാൻ എങ്ങനെ സാറിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? CFL എങ്ങനെ റെഡ് കളർ ആവുന്നേ? എനിക്കത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നു. സത്യമാ സർ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആ എങ്ങനെ?
ഹലോ ഹലോ മൈഥിലി, നീ ഇപ്പൊ എവിടെയാ? ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? സമയം എത്രയായിന്ന് അറിയോ നിനക്ക്? ഇബ്രാഹിം പറഞ്ഞു നിന്നെ സെമിത്തേരിയുടെ സൈഡിലുള്ള ബംഗ്ലാവിലെ ബൾബ് ഇടാൻ വിട്ടേന്ന്. അവിടെ രാത്രി പ്രേതൊക്കെ ഇറങ്ങി നടക്കുന്ന സ്ഥലം അറിയോ നിനക്ക്? ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് ചിരിക്കാനാ തോന്നുന്നത്. പ്രേതാലയം പോലും ആരെങ്കിലും ഇക്കാലത്ത് ഇതൊക്കെ വിശ്വസിക്കുമോ തോന്നുന്നുണ്ടോ? സാർ ഇത് സത്യമായിട്ട് സംഭവിച്ചതാ. ശരി, മൈഥിലി പറയുന്നത് പോലെ മാധവൻ നായർ പ്രേതമാണെങ്കിൽ ആ പ്രേതം കമ്പനിയിൽ കാശ് കൊണ്ട് തരുമോ? മാധവൻ നായർ ഇവിടെ വന്നിരുന്നോ? അതെ, മൈഥിലി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അയാൾ ഇറങ്ങിപ്പോയത് കണ്ടില്ലേ? പ്രേതം പകലിറങ്ങി നടക്കുമെന്ന് ഞാൻ എങ്ങും കേട്ടിട്ടില്ല. സാർ ആ ആളല്ല മാധവൻ നായർ. പിന്നെ അയാൾ എന്നെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല അയാൾ വാങ്ങിയ ബൾബിന്റെ പൈസയും തന്നിട്ടാ പോയത്. സാർ അത് അയാൾ പുറത്തുപോയ സമയത്ത് നീ പേടി കൊണ്ടായിരിക്കും ആരോടും പറയാതെ അവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് നിന്നെ വഴക്കൊന്നും പറയണ്ടെന്ന് വരെ അയാൾ പറഞ്ഞു. നീ ആദ്യം വല്ല മനോരോഗ വിദഗ്ധരെയും പോയി കാണാം. നിന്റെ പേടി മാറ്റാൻ വല്ല ചികിത്സയും ചെയ്യും. അല്ലെങ്കിൽ നീ വല്ല മനോരോഗിയെ പോകും. സാർ ഞാൻ പറഞ്ഞത് എല്ലാം സത്യമാണ്. ദേ, നീയൊക്കെ പറയുന്ന വിവരക്കേട് കേൾക്കാനല്ല ഞാൻ ഈ കമ്പനി നടത്തുന്നത്. പിന്നെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എന്റെ പരിചയത്തിൽ ഒരു സ്വാമിയുണ്ട്. ചെന്ന് കണ്ടാൽ പുള്ളി വല്ല ചരടും തരും. അത് കെട്ടിയാൽ നിന്റെ പേടിയൊക്കെ പോകും. നീ ഇപ്പൊ പോ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. നീ എന്താ മൂഡ് ഓഫ് ആയിരിക്കണത്? ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. നീ പറയുന്ന കേട്ടിട്ട് എനിക്ക് തോന്നണേ നിനക്ക് പേടിയുണ്ടായ തോന്നലാന്നാ. ഞാൻ എങ്ങനെ നിന്നെയൊക്കെ പറഞ്ഞു വിശ്വസിപ്പിക്കും? നീ ആദ്യം ഇതൊക്കെ നിന്റെ പേടി കൊണ്ടുള്ള തോന്നലാന്ന് നിന്നെ തന്നെ പറഞ്ഞൊന്ന് വിശ്വസിപ്പിക്ക്. മുതലാളി പറഞ്ഞതുപോലെ നമുക്കൊരു ഏലസ് ഓതിക്കെട്ടാം. എനിക്ക് പരിചയമുള്ളൊരു ജോത്സനുണ്ട്. മൈഥിലി, ഞാൻ നടത്തിയ പ്രഗ്നൻസി ടെസ്റ്റിന്റെ റിസൾട്ട് പോസിറ്റീവാണ്. നീ എന്തീ പറയുന്നേ? വിവേകാണ് ഈ പണി ചെയ്തത്. അവനെങ്ങാനും കൈയൊഴിഞ്ഞാ അവന്റെ വീട്ടിൽ പോയി കുത്തിരിക്കുന്നു പറയണം. പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറ. വിവേക് തന്നെയല്ലേടി? നീ എന്നോട് ഇപ്പൊ ഒന്നും ചോദിക്കരുത്. എല്ലാ സമയമാകുമ്പോ പറയാം. നീ ഒന്നും പറയണ്ട. ഞാൻ അങ്ങോട്ട് പറയണത് കേട്ടാ മതി. എനിക്കറിയാവുന്നൊരു ഡോക്ടറുണ്ട്. കാശിച്ചിരി കൂടും, എന്നാലും കുഴപ്പമില്ല. ആരും അറിയാണ്ട് നമുക്കിത് കളയാം. നീ പേടിക്കണ്ടെന്ന്. ഞാനില്ലേ നിന്റെ കൂടെ. ഇടി സംഭവം കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ ഒരു ഗുളിക കഴിച്ചാ മതി. ഇതൊക്കെ എന്നോട് ചോദിച്ചാ പോരായിരുന്നു. ഇതെവിടെ പോയിരിക്കണേ? ഇത് 4 എടുത്തോ, പുതിയ ഐറ്റമാ. ഇതെന്താ?
CFL തന്നെ കളറുള്ളതാ. നീല, ചുമപ്പ്, മഞ്ഞ, പച്ച എല്ലാം മതക്കാർക്ക് ഉപയോഗിക്കാം. ഇതന്ന് ഗോഡൌൺ എടുത്തോണ്ടതാ. നീ സൂക്ഷിച്ചൊന്നും നോക്കണ്ട. ഇതിന്റെ സാമ്പിളാണ് അന്ന് മുതലാളി സ്കൂട്ടറിൽ കൊടുത്തു വിട്ടത്. നീ കണ്ടില്ലേ അത്? ലത്തീഫ്ക്ക് എന്താ ജീപ്പിൽ വന്നേ? ഇതാരുടെയാ? ഇത് നമ്മുടെ മുതലാളി പുതിയതായി എടുത്ത വണ്ടിയാ. ബൾബ് സപ്ലൈ ചെയ്യാൻ വേണ്ടി. നാളെ രാവിലെ ഫുൾ സ്റ്റോക്ക് ലിസ്റ്റ് എന്റെ ടേബിൾ ഉണ്ടാവണം. ഞാൻ അർജന്റ് മീറ്റിംഗിന് പോവാം. ഓക്കെ സാർ. ഞാനെന്തിനാ നമസ്കാരം പറയുന്നത്? എനിക്ക് തന്നെയാണ് പണി. പോടപ്പാ. എല്ലാ കണക്കും കൃത്യമായി കിട്ടിയാലല്ലേ ഇങ്ങക്ക് വെട്ടിപ്പെടുത്താൻ പറ്റൂ. വെട്ടിപ്പോ എന്തിനാ സ്വന്തം മുതൽ വെട്ടിക്കുന്നേ? സ്വന്തം മുതലോ? അങ്ങോട്ട് ചെന്നാ മതി. എല്ലാം ഫാത്തിമയുടെ ബാപ്പയുടെ പേരില. കണക്ക് കൃത്യമായി കൊടുത്താലേ മാസ ചെലവും പെട്രോൾ കാശും കിട്ടും. ഫാത്തിമയുടെ ബാപ്പ ആരാ മോൻ? ചത്തു കഴിഞ്ഞാൽ മാത്രമേ മക്കൾക്ക് സ്വത്ത് കിട്ടുള്ളൂ. ആ രീതിയിലാണ് വിൽപത്രം. ഓ, അതുകൊണ്ടായിരിക്കും ഇപ്പോഴും പറഞ്ഞു വിടാത്തല്ലേ? ഓ പിന്നെ പറഞ്ഞു വിടാനാ. സിറ്റിയിൽ നിന്ന് വിട്ട് പുതിയ DLF പ്രൊജക്ടിനടുത്ത് ഏകദേശം 1 കോടിയുടെ വില്ല ഫാത്തിമ അറിയാതെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്കറിയാമെന്ന് മുതലാളിക്കും അറിയാം. അതുകൊണ്ട് എന്റെ അടുത്ത് വേല ഇറക്കില്ല. ഇക്ക, ഈ സ്കൂട്ടർ ഒന്ന് എടുക്ക. അത്യാവശ്യമായിട്ട് ഇടം വരെ പോവാനുണ്ട്. മോളെ, അത് മുതലാളിയോട് ചോദിക്കാണ്ട്. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാ മതി. ചേട്ടാ, ഇത് ആരുടെ ബംഗ്ലാവാ? അത് ടൗണിലെ ഇലക്ട്രിക്കൽ നടത്തുന്ന ഷായ്ക്കയുടെ ബംഗ്ലാവാ. അതിനിവിടെ ആരും താമസമില്ലല്ലോ. എന്തേ? എന്താ പോലെ? ഒന്നുമില്ല. നീ എന്തെത്ര ആലോചിച്ചോണ്ടിരിക്കണേ? വിവേക് എന്താ പറ്റില്ലെന്നോ മറ്റോ പറഞ്ഞു? ഏയ് അതൊന്നുമല്ല, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു. എന്നാ മോൾ ഒരു കാര്യം ചെയ്, പോയി കിടന്നുറങ്ങ്. ടൗണില് ഗവൺമെന്റ് ഹോസ്പിറ്റലിനടുത്ത് ഒരു ക്ലിനിക് ഉണ്ട്. നാളെ നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. എല്ലാത്തിനും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. ഉഷ ഒരു കാര്യം ഏറ്റെടുത്താ ഏറ്റതാ. അവിടുത്തെ ഡോക്ടർക്ക് ഒരു 3000 രൂപ കൊടുത്താൽ മതി. ഒരൊറ്റ ദിവസം കൊണ്ട് കലക്കി തരും. പിന്നെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി. ഞാൻ രാവിലെ തന്നെ ബുക്ക് ചെയ്യാം. വേണ്ട, ഞാൻ പറഞ്ഞിട്ട് ബുക്ക് ചെയ്താൽ മതി. എടി, താമസിക്കും തോറും കോംപ്ലിക്കേറ്റഡ് ആവും. ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് മതി, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ശരി, നിന്റെ ഇഷ്ടം പോലെ. സൂചി കൊണ്ട് എടുക്കണത് തൂമ്പ കൊണ്ട് എടുക്കരുത്. അപ്പോഴേ ഒരു ഗുളിക വാങ്ങിച്ച് കഴിക്കേണ്ടതിന്. വരണം. നിനക്ക് സ്കൂട്ടർ എന്നതിനെ ചീത്ത ഞാൻ കേട്ടതേ ഉള്ളൂ. പോയിക്കോ. സാറിനെ കണ്ടിട്ടേ ഇനി ജോലിക്ക് കയറിയാ മതി എന്ന് പറയാൻ പറഞ്ഞു. ഇക്ക പറഞ്ഞത് ശരിയാ. ഇക്കയ്ക്ക് ശരിക്കും ചീത്ത കിട്ടിയിട്ടുണ്ട്. ഇനി നീയും കൂടി ചെന്ന് ബാക്കി കേട്ടിട്ട് വാ. ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ലേലും ഞാൻ നിർത്തുക, ഇന്നും കൂടിയേ ഉള്ളൂ. അത് നിനക്ക് വേറെ ജോലി കിട്ടിയിട്ട് നിർത്തിയാ പോരെ? നീ ചെന്ന് മുതലാളി കണ്ട് പെട്ടെന്ന് വാ. ഇല്ലടി, ഞാൻ തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. ബാക്കി സർ, എന്തിലും എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഇക്കയുടെ സമ്മതം പോലും ചോദിക്കാതെ വണ്ടി എടുത്തോണ്ട് പോയത്. നിന്റെ തോന്നിയ ദിവസം കാണിക്കാനല്ല ഞാൻ അവിടെ വണ്ടി വെച്ചിരിക്കുന്നത്. കമ്പനി ആവശ്യത്തിനാ, അല്ല നിനക്ക് ഇറങ്ങി നടക്കാനല്ല. മനസ്സിലായോ? കഴിഞ്ഞു സർ. ഞാനൊന്ന് ഇരുന്നോട്ടെ. സാറിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ് സർ, ഈ ഫോട്ടോ സാറിന് മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഉറങ്ങുന്നവരെ ഉണർത്താൻ എളുപ്പമാണ്, പക്ഷെ ഉറക്കം നടിക്കുന്നവരെ. കുട്ടി എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. സർ, പത്രക്കാരെയും പോലീസുകാരെയും വിളിച്ചു വരുത്തി ചോദിച്ചാലേ
ബംഗ്ലാവിൽ വെച്ച് എന്താ ചെയ്തെന്ന് പറയൂന്ന് വാശിയാണോ? ഒന്നും മനസ്സിലാകാത്തതുപോലുള്ള സാറിന്റെ അഭിനയം കൊള്ളാം. പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. രമ്യമായി പരിഹരിക്കാം, അതാണ് എനിക്കും താല്പര്യം. അതുകൊണ്ട് ആ വീട്ടിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം. മൈഥിലി ഇവിടെ ജോയിൻ ചെയ്ത സമയം മുതൽ തന്റെ സൗന്ദര്യം എന്നെ വല്ലാണ്ട് ഭ്രാന്ത് പിടിപ്പിച്ചു. അതിനുവേണ്ടി എൻ്റെ പേരിലുള്ള ബംഗ്ലാവിൽ വെച്ച് ഞാനൊരു പ്ലാൻ തയ്യാറാക്കി. അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് ഞാൻ മൈഥിലി നിർബന്ധിച്ച് ആ ബംഗ്ലാവിലേക്ക് അയച്ചത്. മൈഥിലി എനിക്ക് ഹെൽപ്പ് ചെയ്യണം. ശരി സർ. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. താൻ എന്തെങ്കിലും പറഞ്ഞ് അവളെ പിടിച്ചു നിർത്തണം. അതൊക്കെ ഞാൻ ഏറ്റു. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നീ അകത്തോട്ട് വയ്ക്കും. ആ, എല്ലാം ഓക്കെയാണ് മുതലാളി. താൻ കുറച്ച് സമയം കൂടെ ചവിട്ടി പിടിക്കണം. ഇവിടെ അല്പം തിരക്കാം. ഞാൻ എത്താൻ 1 മണിക്കൂർ കൂടെ എടുക്കും. ഓക്കെ മുതലാളി. ഇത് പാലിൽ കലർത്തി അവൾക്ക് കൊടുക്കണം. അത് നിന്റെ മിടുക്ക. Cheers. മൈഥിലിക്ക് തന്ന കാപ്പിയിൽ സീതാമയിട്ട ആ മയക്കുമരുന്ന് കഴിച്ചാൽ അത് കഴിക്കുന്നവർക്ക് ഒരു 2 മണിക്കൂറത്തേക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാവും. അതുകൊണ്ടാണ് മൈഥിലിക്ക് അവിടെ ഒരു പ്രേതാരമായി തോന്നിയത്. മൈഥിലി സൗന്ദര്യം അതാണ് എന്നെ കൂടി തെറ്റ് ചെയ്യിച്ചത്. മൈഥിലി എന്നോട് ക്ഷമിക്കണം. വെറുതെ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? മൈഥിലി എന്റെ കുടുംബം തകർക്കരുത്. ഇത് വീട്ടിലറിഞ്ഞാൽ എല്ലാം തീർന്നു. ഞാൻ മൈഥിലിക്ക് എന്ത് വേണേലും തരാം. എന്ത് വേണമെങ്കിലും? അതെ, എന്ത് വേണേലും. എന്നാ സാറിന്റെ പേരിലുള്ള ആ ബംഗ്ലാവ് എനിക്ക് എഴുതരോ? നിനക്കെന്റെ 1 കോടി രൂപയുടെ വസ്തു വേണം അല്ലേ? ഒന്ന് കിടന്നു തന്നേന്. ഇനി നിനക്ക് ഞാൻ ഒന്നും തരില്ല. നീ എന്താന്ന് വെച്ച കാണിക്ക്. സാർ ആള് കൊള്ളാലോ. എത്ര പെട്ടെന്നാ സ്വഭാവം മാറുന്നത്. ഓന്ത് പോലും സാറിന്റെ മുന്നിൽ തോറ്റുപോകും. പക്ഷെ ഞാൻ തോക്കില്ല. അതാ ദൈവത്തിന്റെ വിധി. മൊബൈലിലെ തെളിവ് നശിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ എന്റെ വയറ്റിൽ കിടക്കുന്ന തെളിവ് എങ്ങനെ നശിപ്പിക്കും? 1 കോടി രൂപയുടെ സ്വത്ത് പോകുന്നറിഞ്ഞപ്പോ അറിയാതെ പറഞ്ഞു പോയതാ. മൈഥിലി എന്നോട് ക്ഷമിക്കണം. എനിക്ക് 1 ലക്ഷം രൂപ പോലും സമ്പാദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 1 കോടീശ്വരം വന്ന് കേട്ടുവെന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് രമ്യതയിൽ പോകാം. അല്ലാതെ സാറിന് വേറെ വഴിയില്ലെന്ന് എനിക്കറിയാം.
1 കോടി രൂപയുടെ സ്വത്തിന് വേണ്ടി ഭാര്യയുടെ ഈ പറഞ്ഞ സ്വത്തുക്കൾ മുഴുവനും കളയാൻ മാത്രം സാർ അത്ര വിഡ്ഢിയല്ലെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ഈ കുഞ്ഞിനെ വളർത്തും. പേടിക്കണ്ട, ഇടയ്ക്ക് സാറിനെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങാനൊന്നും ഞാൻ വരില്ല. സാർ തിരിഞ്ഞു കടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ കുഞ്ഞിനെ വളർത്തും. പിന്നൊരു കാര്യം, സ്ഥലം അടുത്ത ആഴ്ച തന്നെ രജിസ്റ്റർ ചെയ്യണം. എന്റെ പേരിൽ തന്നെ ചെയ്യണം. വെറുതെ ഓരോ പത്രമാഫീസിലും പോലീസ് സ്റ്റേഷനിലും എന്നെ കയറ്റരുത്. എന്താ എന്തു പറ്റി? ഹാപ്പിയാണല്ലോ. ഏയ് ഒന്നുമില്ലടി, സാർ എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ ഞാൻ നിന്നെ ഫോൺ വിളിച്ച് സംസാരിക്കാം. ഓക്കെ, ബൈ. വേഗം വാ, ഇപ്പോഴേ ലേറ്റോ. ഗുഡ് മോർണിംഗ് മാഡം. മാഡം ജസ്റ്റ് ഹാഫ് ആൻ അവർ. ഓക്കെ മാഡം, എങ്ങനെയാണ് ഇത്ര ചെറുപ്പത്തിലെ ഇത്ര വലിയ ബിസിനസ് സ്ഥാപനത്തിൽ ഉടമയാകാൻ കഴിഞ്ഞതും ഇത്രയധികം അവാർഡുകൾ കരസ്ഥമാക്കാൻ സാധിച്ചതും? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹാർഡ് വർക്ക്, പിന്നെ കോർ ഫോക്കസ്. മനസ്സിൽ കൊണ്ടു നടന്ന സ്വപ്നം, അതിൽ മാത്രമായിരുന്നു എന്റെ ശ്രദ്ധ. അതുകൊണ്ടാണോ മാഡം പഠനകാലത്ത് IT ഇലക്ട്രിക്കൽ ഫീൽഡ് തന്നെ തിരഞ്ഞെടുത്തത്? എക്സാക്ട്ലി യു സെഡ് ഇറ്റ്. എന്റെ ഡ്രീമിന്റെ ഭാഗമായിരുന്നു അത്. ആക്ച്വലി എൻട്രൻസ് കിട്ടിയ എന്നെ എഞ്ചിനീയറിംഗിന് വിട്ടാൽ അത് വിധവയായ എന്റെ അമ്മയ്ക്ക് ഒരു വലിയ സാമ്പത്തിക ബാധ്യതയാകുമായിരുന്നു. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. അതിനുശേഷം അതിനുശേഷം ഞാനൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയി തുടങ്ങി. അന്നത്തെ എന്റെ ഹാർഡ് വർക്കിന്റെ ഫലം ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. എന്തുകൊണ്ടും ഈ യങ് ഏജിൽ ബിസിനസ് മേഖലയിൽ ഇത്ര ഉയരത്തിലെത്തിയ മാഡത്തിന് ന്യൂ ജനറേഷൻ പെൺകുട്ടികൾക്ക് ഒരു മാതൃകയെത്തിയിരുന്നു. താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്. ഓക്കെ മാഡം, അപ്പോ ഞങ്ങൾ ഇറങ്ങുന്നു. ഓക്കെ മാഡം. ഓക്കെ, ബൈ. ബൈ. നീ എന്തൊക്കെ കള്ളത്തരം മോളെ അവരോട് പറഞ്ഞേ? അമ്മ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്, ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്ന ചേരയുടെ നടുക്കഷ്ണം തിന്നണമെന്ന്. അത്രേ ഉള്ളൂ. ഞാൻ ഇറങ്ങുന്നു. ടൈം ഈസ് ഓവർ. ഓക്കെ. എവിടെ പോവാ എത്ര ധൃതിയില്? അല്പം സംസാരിക്കാനുണ്ട്. ഒന്ന് പുറത്തിറങ്ങണം. എന്താ വേണ്ടേ? നീ എന്നെ നാട്ടിൽ മൊത്തം നാട്ടിച്ചിട്ട് കാറിൽ സുഖിച്ച് നടക്ക. ഞാൻ വിവേകിനെ നാട്ടിച്ചെന്നോ? മനസ്സിലായില്ല. ഇന്ന് വരെ വാക്കുകൊണ്ടുപോലും ഒരു ഉപദ്രവം ഞാൻ ചെയ്തിട്ടില്ല. നീ ഈ നാട്ടിൽ മൊത്തം പറഞ്ഞു നടന്നില്ലേ നിന്റെ കൊച്ച് എന്റെയാണെന്ന്? അത് നമ്മുടെ അടുപ്പം കണ്ട് നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയതല്ലേ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നിനക്കറിയാമോ, 50 പവനും 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ബ്രോക്കർമാരെ ക്യൂ നിന്ന സ്ഥാനത്ത് ഇപ്പോ അവര് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഓ, നീ ഒരു കാര്യം ചെയ്. നിനക്ക് ആലോചനയായിട്ട് വരുന്ന പെണ്ണിനെയും പെണ്ണിന്റെ അച്ഛനെയും അമ്മയെയും വിളിച്ചുകൊണ്ട് എന്റെ അടുക്കിലേക്ക് വാ. ഞാൻ അവരോട് പറയാം എന്റെ കൊച്ചിന്റെ അച്ഛൻ നീയല്ലെന്ന്. നീ എന്നെ കളിയാക്കാണോ? അല്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാം സംഭവിച്ചു പോയി. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. നിന്നെ ആ ഒരു അവസ്ഥയില് കൈവിടരുതായിരുന്നു. നമുക്കെല്ലാം മറക്കാം. എനിക്ക് നിന്നെ വേണം. എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. നമുക്കൊരു നല്ല ജീവിതം തുടങ്ങാം. അല്ല, ഞാൻ നിന്നെ എന്നേ മറന്നു കഴിഞ്ഞു. കാമുകം വഞ്ചിച്ചാൽ ഉടനെ കരഞ്ഞ് ജീവിതം തീർക്കുവാൻ ഞാനത്ര വിഡ്ഢിയൊന്നുമല്ല.
നീ ഇപ്പോഴും ചെറുപ്പമല്ലേ, ഒരാൺതുണ വേണ്ടേ നിനക്ക്? നിന്റെ കുഞ്ഞ് നാളെ അതിന്റെ അച്ഛനെ ചോദിച്ചാൽ നീ എന്ത് ചെയ്യും? നീ ശരിക്കും ഒരു സീരിയൽ നടൻ തന്നെ. അതിന് നീ പറഞ്ഞ ആണിന്റെ സുഖം, അതിന് നിന്നെ ഞാൻ ആണായിട്ട് കണ്ടിട്ട് വേണ്ടേ? പിന്നെ നീ പറഞ്ഞതുപോലെ ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛൻ, അത് കുഴപ്പമില്ല. ഭർത്താവിന് നമ്പിയെ ജീവിക്കുമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന ചില പാവം പെണ്ണുങ്ങളുണ്ടാകും. നിന്റെ നമ്പറൊക്കെ അവരോടെടുക്ക്. കാശ് വന്നപ്പോ ഒരു ഭർത്താവ്. വെൺതിങ്കളേ നീ പൊൻപൂവായി എൻ ജീവനിൽ നീ കുളിരേകുമോ? തൂമഞ്ഞു പെയ്യുന്ന രാവിൽ മഴവിൽ ഇറങ്ങുന്ന പടവിൽ മഴക്കാറ് മൂടിമയിൽ പീലി നീർത്തുമ്പോൾ തേടി ഞാൻ നിൻ മുഖം. വെൺതിങ്കളേ നീ പൊൻപൂവായി എൻ ജീവനിൽ നീ കുളിരേകുമോ? പാഴ്മരച്ചില്ലമേൽ വാടുന്ന മുല്ലപ്പോൽ പാൽനിലാത്തിങ്കളേ പാതി മറഞ്ഞുവോ? വിരഹാർദ്രവേദിയിൽ ഏകയായി നീ ഇടറുമീ നാദം അറിയാതെ നീ ഉണരുന്നു എന്നും എനിക്കിനാവിൽ നനവാർന്നൊരോർമതൻ നോവായി നീ. വെൺതിങ്കളേ നീ പൊൻപൂവായി. എനിക്ക് നിന്നെ വേണം, എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. നമുക്കൊരു നല്ല ജീവിതം തുടങ്ങാം. വെൺതിങ്കളേ നീ പൊൻപൂവായി. മേ കമിൻ മാഡം? യെസ്. മാഡം ഫയല്. ഇത് ക്ലോസ് ചെയ്തതല്ലേ? അവർ ഇന്നലെ ക്ലോസ് ചെയ്താ മാഡം ഇത്. ഓ, ഹലോ. ഹലോ, CFL കമ്പനി അല്ലേ? അതെ. എന്റെ വീട്ടിലേക്ക് കുറച്ച് ബൾബ് ഓർഡർ ചെയ്യാനായിരുന്നു. ഓക്കെ മാം, അഡ്രസ് പറയൂ. ഓക്കെ മാം. ഈ ലിസ്റ്റിലെ ഓർഡർ ഒന്ന് വേഗം തന്നെ കൊടുക്കണം. ഓക്കെ മാം, ഐ വിൽ മാനേജ് ഇറ്റ്. ഇന്ത്യയിൽ നിന്നും വർഷം തോറും 1,35,000 കോടി രൂപ നിയമവിരുദ്ധമായ വഴികളിൽ കൂടി അമേരിക്കയിലേക്ക് എത്തുന്നുവെന്ന് ഒരു അമേരിക്കൻ ആയുധ നിർമ്മാണ കമ്പനി അറിയിച്ചു.
ദിവസമായതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഹലോ ഹലോ. ഓർഡർ എത്തിയില്ലല്ലോ. മാം, കുറച്ചു നേരമായി ഞാൻ കൊടുത്തു വിട്ടിട്ട്. ഇപ്പൊ തന്നെ വരുമായിരിക്കും. എടി പൊട്ടി, ഇത് ഞാനാ, നിന്റെ മൈഥിലി. അല്ല, ഇത്രയും നേരം സംസാരിച്ചിട്ടും നിനക്ക് മനസ്സിലായില്ലല്ലോടി. എടി, നിന്നെ ഞാൻ മറക്കോ? ഇന്നും കൂടി ഓർത്തേ ഉള്ളൂ. ഒന്ന് പോടി, ചുമ്മാ നുണ പറയാതെ. നിന്റെ പഴയ സ്വഭാവത്തിന് ഒരു മാറ്റമില്ലല്ലോ. എടി, ഞാനിന്ന് രാവിലെ ഓഫീസിലേക്ക് വരുമ്പോ വിവേക് ബൈക്ക് ഓടിച്ചു പോണത് കണ്ടു. അതെയോ? ഞാനൊന്നും അവനെ കണ്ടിരുന്നടി. ഞാനില്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ലെന്നും എന്നെ കല്യാണം കഴിച്ചോളാന്നും പറഞ്ഞു എന്റെ കുട്ടിയുടെ അച്ഛനാകാൻ വരെ അവൻ തയ്യാറാണെന്നും പറഞ്ഞൊരു പ്രൊപ്പോസലും കൊണ്ടാ എന്നെ കാണാൻ വന്നിരുന്നത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനവനെ ഒന്ന് കളിയാക്കി വിട്ടു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഒന്ന് പുറത്തിറങ്ങണം, നമുക്കെല്ലാം മറക്കാം.